നേതൃത്വത്തെ വധിച്ചാൽ യുദ്ധം ഭീകരമാകും എന്നുള്ളതാണ് ഇറാൻ്റെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. പല യുദ്ധവും അഭിമുഖീകരിക്കപ്പെട്ടതാണ് പല രാഷ്ട്രങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും. ഏറെക്കുറെ ആ രാജ്യത്തിലെ ഭരണാധികാരിയോ ബന്ധപ്പെട്ട ഏറ്റവും വലിയ നേതാവോ കൊല്ലപ്പെട്ടാൽ അതിൻ്റെ ഒരു തുടർചലനങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അത് ഏകാധിപത്യ ഭരണ സംവിധാനം, കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനം പോലെയുള്ള അല്ലെങ്കിൽ രാജ്യഭരണ സംവിധാനം പോലെയുള്ള ഇടങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ, ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ അത്തരം ഒരു കാര്യം വരുന്ന സമയത്ത് ഒരു നേതാവ് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയമോ വരികയാണെങ്കിൽ പ്രത്യേകമായ രീതിയിൽ പിന്നീട് അവിടെ ഒരു തുടർചലനങ്ങൾ ഉണ്ടാവാറില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ വെനിസ്വേലയിൽ കണ്ടത്. വെനിസ്വേലയിലെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. ആ രാജ്യത്തിൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന നേതാവാണ്. അതിൽ വലിയൊരു നേതാവ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ അതിൻ്റെ വിചാരണ നേരിടുന്നു. അപ്പോൾ ഈ വെനിസ്വേലയിൽ അതിന് ശേഷം നടന്നിരിക്കുന്ന സംഭവം എന്താണ്? അവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു പ്രക്ഷോഭങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒരു പ്രതിഷേധങ്ങളോ ആ രാജ്യത്ത് എവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടേ ഇല്ല. ഒറ്റപ്പെട്ടു പോയ രീതിയിലാണ് വെനിസ്വേല പ്രസിഡന്റ്. റഷ്യയും ചൈനയും അപലപിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പത്രത്തിൽ റിപ്പോർട്ട് കൊടുത്തു. അതോടുകൂടി അത് അവസാനിച്ചു. അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടായിട്ടില്ല. രാജ്യം വെനിസ്വേലയുടെ പ്രസിഡന്റിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രക്ഷോഭത്തിനോ സമരത്തിനോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ആഹ്വാനം ചെയ്യുകയോ അത്തരമൊരു പ്രവർത്തനം നടന്നതായിരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരികയോ ചെയ്തിട്ടില്ല. ഇറാനിലെ സ്ഥിതി മാറും. ഓരോരോ രാജ്യത്തും ഓരോരോ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയ അവസ്ഥകളും സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായി കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പിന്നീട് പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. സൈനിക മേധാവിയും മറ്റ് ഉന്നതരായിരിക്കുന്ന രണ്ടുപേരും കൊല്ലപ്പെട്ട് സ്ഥിരീകരിച്ചു. ഇവിടെ വിഷയം വരുന്നത്, എല്ലാ കാലത്തും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇറാൻ തമ്മിൽ ബദ്ധശത്രുക്കളാണ്. എങ്ങനെയാണെങ്കിലും ഇറാന് നേരെ ആക്രമണം അവർ വരും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെയും അമേരിക്കയും ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാന കാര്യങ്ങളാണ് ആ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ആയുധങ്ങളും. അത് മിസൈലാവട്ടെ, വിമാനങ്ങളാവട്ടെ, കപ്പലുകളാവട്ടെ, മറ്റ് ബന്ധപ്പെട്ട സംവിധാനങ്ങളാവട്ടെ, കൃത്യമായിരിക്കുന്ന ഒരു ശത്രു തങ്ങൾക്കുണ്ട്. അത് ഏതെങ്കിലും ഒരു തരത്തിൽ തങ്ങൾ ആക്രമിക്കും എന്നുറപ്പാണ്. അപ്രതീക്ഷിതമായ ആക്രമണം കഴിഞ്ഞ 2025 ഈ ഇറാന് നേരെ നടന്നു. ആ ഇറാന് നേരെ നടക്കുന്നതിന് കുറച്ച് മുമ്പ് ഈ ഇസ്മായിൽ അനി അവിടെ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്മായിൽ അനി കൊല്ലപ്പെട്ട ഹമാസിൻ്റെ നേതാവ് അവിടെ ഏറ്റവും വലിയ സുരക്ഷാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ താമസിച്ച സമയത്ത് ആ റൂം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറാൻ പഠിച്ചൊരു കാര്യമുണ്ട്. അവിടെ തന്നെ മൊസാദിൻ്റെ വിഭാഗങ്ങൾ, അതായത് കൂടെയുള്ള ആളുകൾ ഒറ്റുകൊടുത്തുകൊണ്ടാണ് വളരെ കൃത്യതയോട് കൂടിയിട്ട് ഈ കൊലപാതകം നടന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത നേതാവിൻ്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതും വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇവിടുന്ന് ഒറ്റുപോയതാണ്. അതുകൊണ്ടാണ് ഈ കൃത്യമായ രീതി ആക്രമിക്കാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന കാര്യം, ഇസ്മായിൽ അനി ഹമാസിൻ്റെ നേതാവ് കൊല്ലപ്പെട്ടു, യഹ്യ സിൻവാർ കൊല്ലപ്പെട്ടു, ദെയ്ഫ് കൊല്ലപ്പെട്ടു. അങ്ങനെ ഹമാസിൻ്റെ ആ നേതൃത്വ നിരയിലുള്ള ഉന്നതർ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള പേര് നമുക്കറിയാവുന്നതാണ്. എന്നാൽ അവിടെ യുദ്ധത്തിന് എന്തെങ്കിലും ഒരു ഇളവ് വന്നിട്ടുണ്ടോ? ഹമാസിനെ പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട് ആ ദേശം പിടിച്ചടക്കി തങ്ങളുടെ ദേശത്തോടൊപ്പം ചേർത്തു, അല്ല ഞങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇതുവരെ ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. സംഭവം 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലേക്ക് കയറുകയാണ്. എന്തുകൊണ്ടത് പറയാത്തത്? കീഴടക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇവർ നക്സലൈറ്റിന് ഒരു സ്വഭാവമുണ്ട്. അവർക്ക് ഒരു നേതൃത്വ സ്ഥാനത്ത് ഒരാൾ ഇരിക്കുകയാണെങ്കിൽ അതേ കൊല്ലപ്പെട്ടാൽ പിന്നെ തൊട്ടടുത്ത് അതിൻ്റെ തൊട്ട് താഴെയുള്ള ആൾ വരും, അതിൻ്റെ അടുത്ത ആൾ വരും. അങ്ങനെ 20 ആളാണ് ഒരു സംഘത്തിലുള്ളതെങ്കിൽ ആ 20 ആളും ലീഡർഷിപ്പുള്ള ആളാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ അത് ഉദാഹരണം പറയുന്ന സമയത്ത് അതിൻ്റെ രീതിയോട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സമാനമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, ഈ നേതാക്കന്മാർ കൊല്ലപ്പെടുന്ന സമയത്ത് ഈ ആയുധങ്ങൾ അവിടുത്തെ സൈനികരായിരിക്കുന്ന സാധാരണക്കാരുടെ കയ്യിലേക്കാണ് എത്തുക. സാധാരണക്കാരെന്ന് വെച്ചാൽ സൈനിക നേതൃസ്ഥാനത്തുള്ള വലിയ ഉന്നതരല്ലാത്തവരുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇവിടെ ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഈ യുദ്ധം ഒരു പ്രതീക്ഷിതമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആക്രമണം പ്രതീക്ഷയാണ്. അല്ലെ ഇറാൻ അങ്ങോട്ട് ആക്രമിക്കും. ഏതെങ്കിലും ഒന്ന് എന്തായാലും നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഇസ്രായേലിനെ ഫസ്റ്റിൽ ആക്രമിക്കുന്ന സമയത്ത് ഇത്തരം ഒരു വലിയൊരു പദ്ധതി സംവിധാനങ്ങൾ ഇറാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ആദ്യത്തെ 1-2 ദിവസം ഞെടുങ്ങിപ്പോയിട്ടുണ്ട് ഇതെങ്ങനെ തിരിച്ചടിക്കണം എന്നുള്ളത്. ആ ഞടുക്കം കഴിഞ്ഞു. പിന്നെ അവർ തിരിച്ചടിച്ചു, വലിയ നാശങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പിന്നെ
ഈ ഇനിയൊരു യുദ്ധം വരികയാണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയൊക്കെ പല ഘട്ടങ്ങളിൽ തങ്ങൾ വലിയ രീതിയിലുള്ള നാശം ഉണ്ടാക്കും, തങ്ങൾ ആക്രമിച്ച് നമുക്ക് കാണിച്ചു തരാം എന്ന് വളരെ ധൈര്യപൂർവ്വം അവർ പറയുന്നതിൻ്റെ കാര്യവും ഇപ്പോൾ നടക്കുന്ന അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ കൂട്ടി വായിച്ചാൽ അവർ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധക്കപ്പൽ, അബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ ഇപ്പോൾ അറേബ്യൻ തീരത്തുണ്ട്. ആ കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ ആക്രമിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ട് ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. ഓല പണി അത് മാത്രം, മറ്റൊന്നും എത്രത്തോളം തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അതിൽ അവർക്ക് ഇടപെടാൻ പാടില്ല. അതാണ് അതിൻ്റെ കണ്ടീഷൻ. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു. അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് നിരന്തരം ആക്രമണം നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ആക്രമണം നടക്കുക. അതൊരു ടീം വർക്കാണ്. അതിന് അവരെ ഏരിയകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടല്ലോ, ഇസ്രായേലിലേക്ക് ഇപ്പോൾ ആക്രമണം നടക്കുക, അതിന് പ്രത്യേക ഒരു സെക്ഷനാണ്. ഇനിയിപ്പോൾ അവരിപ്പോൾ നോക്കുന്ന കാര്യം മിയാമി എന്ന് പറയുന്ന അമേരിക്കയുടെ ഈ പട്ടണത്തിന് നേരെ ആക്രമണം നടത്താൻ പറ്റുമോ എന്ന് പോലും അവർ ശ്രദ്ധിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ അവരുടെ കൈവശത്തിലുണ്ട്. തെഹ്റാനിൽ നിന്ന് മിയാമിലേക്ക് 9,500 9,600 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആ മേഖലയിലേക്ക് ഒരു പക്ഷേ വല്ലാതെ വൈകാതെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ യുദ്ധത്തിന് ആരംഭം കുറിച്ചിട്ടേ ഉള്ളൂ. വരാൻ പോകുന്ന യുദ്ധം മാരകമായിരിക്കും. അതിന് വിഷയം നേതൃത്വമില്ലാത്ത ഒരു സംവിധാനം വരുന്ന സമയത്ത് എല്ലാവരും നേതാക്കളാവുകയും എല്ലാവരും നാശം ഉണ്ടാക്കുകയും ചെയ്യും. രാജ്യത്തിനകത്ത് ഒരു ആഭ്യന്തരമായിരിക്കുന്ന ഒരു വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ഖമേനി കൊല്ലപ്പെട്ടതോടുകൂടി ഇത് റൂട്ട് മാറി സഞ്ചരിക്കുകയാണ്. അഥവാ എതിർപ്പുള്ളവർ പോലും ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നടത്തപ്പെട്ട ആക്രമണം അത് ആരും ന്യായീകരിക്കില്ല. രാജ്യത്തെ സ്നേഹിക്കുന്ന, മതത്തെ സ്നേഹിക്കുന്ന, സംവിധാനത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കും. അങ്ങനെ ഒരു പ്രധാന വിഷയം ഇവിടെ നിൽക്കുന്നുണ്ട്. 10,000 ആൾക്കാർ പങ്കെടുക്കുന്ന റാലികൾ ഇപ്പോൾ തെഹ്റാൻ്റെ ഭാഗങ്ങളിലും വ്യത്യസ്ത ഭാഗങ്ങളിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തോടൊപ്പം ജനങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു, ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് ഒരു ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഗസയെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല അമേരിക്കയ്ക്ക് ഇസ്രായേൽ, പിന്നെ എങ്ങനെ ഇറാനെ മാറ്റാൻ വേണ്ടി സാധിക്കുക? ഇപ്പോഴും ഗസ അവിടെ ഭരിക്കുന്നു. മാത്രമല്ല പല മേഖലയിലും ഇപ്പോൾ ഗസ ഹമാസ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഇസ്രായേലിൻ്റെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 20 ചാനലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അവരെ പോലും മാറ്റാൻ വേണ്ടി സാധിക്കാത്തവർക്കാണോ ഇറാനിലെ ഒരു ഭരണമാറ്റം, റെജീം ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കഥകളൊക്കെ നോവൽ കഥയിലൊക്കെ വായിക്കുന്ന പോലെ എന്നല്ലാതെ അതൊന്നും നടക്കുന്ന കേസല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത സ്ഥാനക്കാരിൽ നിന്ന് തൊട്ട് താഴെയുള്ള ആളുടെ കൈവശത്തിലേക്ക് കംപ്ലീറ്റ് ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കൈവശത്തിലോ അവരുടെ നിയന്ത്രണത്തിലോ ഒരാളും തമ്മിൽ ബന്ധപ്പെടാൻ ചില സമയത്ത് പറ്റില്ല. അത് ഇൻ്റർനെറ്റ് ഇപ്പോൾ കട്ടായിട്ടുണ്ട്. അതിപ്പോൾ ഏറെക്കുറെ പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പൂർത്തീകരിച്ച് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനെറ്റ് കട്ടാക്കുന്ന സമയത്ത് ആശയവിനിമയം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തമ്മിൽ ആശയവിനിമയം വിച്ഛേദിക്കുക എന്നുള്ളതല്ല ഇസ്രായേലും അമേരിക്കയും ഉദ്ദേശിക്കുന്നത്. സർക്കാർ സൈനികരും ആയിട്ട് ബന്ധപ്പെട്ട, അല്ലെ സർക്കാരും സൈനികരും ബന്ധപ്പെട്ട സൈനികരുമായിട്ട് ബന്ധപ്പെട്ട ഈ ആശയവിനിമയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശ്രമിച്ചത്. അത് ഒരു പരിധി വരെ അവർ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഓരോരോ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു സൈനികർ, ഉദാഹരണത്തിന് ഗൾഫ് രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈനിക ട്രൂപ്പിനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ ട്രൂപ്പ് ഈ തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്ന ഈ ട്രൂപ്പുമായിട്ട് ബന്ധപ്പെടാൻ തന്നെ പാടില്ല. അത് അവരുടെ പണിയല്ല. അതുകൊണ്ട് ഓരോരോ ഭാഗവും ഓരോ സെക്ഷനും ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരുടെ ആയുധങ്ങൾ, ഈ മിസൈൽ ഇപ്പോൾ 5,000-ഓളം മിസൈൽ ഉണ്ട് എന്നുള്ളത്, ഈ യുദ്ധത്തിന് തയ്യാറായി 5,000-ഓളം മിസൈൽ ഉണ്ട് എന്നുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിദേശകാര്യ മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നു. അതേ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഏതായാലും അത്ര ഉണ്ട് എന്നുള്ളതാണ് അനുമാനം. എന്നാൽ ഈ 5,000 മിസൈൽ ഒരു സ്ഥലത്തല്ല, ഒരു വ്യക്തിയുടെ കൈവശത്തിലല്ല, ഒരു കൂട്ടം വ്യക്തിയുടെ കൈവശത്തില്ല. വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലും വ്യക്തികളിലും ചെതറപ്പെട്ടിരിക്കുന്നു.